ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാനൊരു പ്രൊഡക്റ്റീവ് സ്റ്റഡി വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു 4:30ക്ക് എണീച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പഠിക്കാൻ ഇച്ചിരി ടഫായിട്ടുള്ള ടോപ്പിക്സും അതുപോലെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ്ജക്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീച്ച് പഠിക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് കെമിസ്ട്രി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ചോദിച്ചു. കെമിസ്ട്രിയിൽ ഒരു ചാപ്റ്റർ എനിക്ക് അത്രത്തോളം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം ഞാൻ അത് വെച്ചിട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ ചോദിച്ചു. രാവിലെ ആകുമ്പം എനിക്ക് കുറച്ച് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും അതൊക്കെ. പിന്നെ ഞാൻ ഇങ്ങനെ ഡെയിലി രാവിലെ എണീക്കില്ല. എൻ്റെ മൂഡിനനുസരിച്ച് ഞാനിങ്ങനെ സമയം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ചില സമയത്ത് രാവിലെ നേരത്തെ എണീക്കും, ചില സമയത്ത് ഞാൻ ലേറ്റ് നൈറ്റായിട്ട് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതെൻ്റെ മൂഡിനനുസരിച്ചാണ് കേട്ടോ. പിന്നെ ക്ലാസ്സിൽ ഞാനിങ്ങനെ ഭയങ്കര എല്ലാ സബ്ജക്റ്റും ഒന്നും കാര്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കില്ല. കുറച്ചൊരു കമ്പനിയിൽ വൈബായിട്ട് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിൻ്റെ ക്ലാസ് ഞാൻ നല്ലോണം ശ്രദ്ധിച്ചിരിക്കും. അല്ലാത്തവരെ ഞാനങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല. പക്ഷെ അവരുടെ നോട്ട്സ് എല്ലാം ഞാൻ എഴുതിയെടുക്കും. എൻ്റേതായ രീതിയിൽ ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ നോട്ട്സ് ഉണ്ടാക്കുകയും ചെയ്യും. വീട്ടിലിരുന്ന് എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാനാണെങ്കിൽ മാത്രമേ എനിക്ക് നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ലോണം പഠിക്കാൻ പറ്റൂ. ഞാൻ അധികവും വീട്ടിലിരുന്നിട്ട് ആണ് നല്ലോണം പഠിക്കുക. ക്ലാസ്സിൽ ഞാനിങ്ങനെ ഭയങ്കര കാര്യമായിട്ട് ശ്രദ്ധിക്കുകയൊന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ചില്ലായിരിക്കും. അപ്പോൾ എൻ്റെ സെൽഫ് നോട്ട്സാണ് എനിക്ക് കൂടുതലിഷ്ടം പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ അധികം ഉണ്ടാവുക മിൽക്കി ബാറോ അല്ലെങ്കിൽ എന്തെങ്കിലും മുട്ടായിയൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ വാങ്ങിച്ച് വെക്കാറുണ്ട്, അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സൊക്കെ. അപ്പോൾ ഇതെനിക്കൊരു മാത്സ് അസൈൻമെൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ പഠിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഡെസ്കാം ഞാനിങ്ങനെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ആക്ച്വലി മ്യൂസിക് എനിക്ക് ഭയങ്കര ക്രേസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഞാനിങ്ങനെ തോട്ട്സൊക്കെ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ നേരെ മുന്നിലുള്ള വാളിൽ എഴുതി വെക്കാറുണ്ട്. ഈ തോട്ട്സ് എപ്പോഴും നമ്മളെ നമുക്കൊരു എനർജി ഇല്ലാണ്ട് ഇരിക്കുകയാണെങ്കിലും ഇത് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. പഠിക്കാൻ ഒരു മൂഡില്ലെങ്കിലും ഇതൊക്കെ ഒന്ന് വായിക്കുമ്പം ഒന്ന് സെറ്റാവും, പഠിക്കണം അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. അതുപോലെ ഞാൻ എപ്പോഴും ഇങ്ങനെ തോട്ട്സ് കേൾക്കാറുണ്ട്. അതുപോലെ ഇങ്ങനെ പറ്റുന്നൊക്കെ എഴുതി വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ബയോളജി ഞാനങ്ങനെ നോട്ട്സ് നോക്കി പഠിക്കാറില്ല. ബയോളജി ഞാൻ മോസ്റ്റ്ലി ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിച്ചിട്ടാണ് പഠിക്കുക. അതിൻ്റെ സൈഡിൽ ഞാൻ പറഞ്ഞിങ്ങനെ എൻ്റേതായ നോട്ട്സ് എഴുതി വെക്കും. അതുപോലെ ഇങ്ങനെ കുറച്ച് നോട്ട്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.